കൃഷ്ണപ്രിയം ഭാഗം 47. കഥയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. കൂടാതെ കഥ ഇഷ്ടമായാൽ നിങ്ങളുടെ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. ജീവിതം എന്ന് പറയുന്നത് ഒരുമാതിരി സർക്കാർ റോഡ് പോലെയാണ്. ചിലപ്പോൾ നല്ല സ്മൂത്തായുള്ള റോഡായിരിക്കും, ചിലപ്പോൾ കുണ്ടും കുഴിയും. എൻ്റെ ജീവിതം ഒരു കാലഘട്ടം വരെ നല്ല അടിപൊളി പ്രൈവറ്റ് റോഡായിരുന്നു. പിന്നെ അത് കുണ്ടും കുഴിയും നിറഞ്ഞതായി. ഇപ്പം നല്ല സ്മൂത്തായി മുന്നോട്ട് പോകുന്നു. പുതിയതായി ടാർ ചെയ്ത പഞ്ചായത്ത് റോഡ് പോലെ. കമ്പനിയൊക്കെ നന്നായി പോകുന്നു. 2 വീടുകളുടെ കോൺട്രാക്റ്റ് കൂടി കിട്ടിയിട്ടുണ്ട്. വലിയ ലാഭമൊന്നും കിട്ടിത്തുടങ്ങിയിട്ടില്ല, എങ്കിലും നഷ്ടമില്ല. ഏട്ടന് ഈ മേഖലയിൽ നല്ല പരിചയമുണ്ടല്ലോ, അത് സഹായമായി. പിന്നെ ജോസങ്കിൾ കുറച്ചുകൂടി വലിയ പ്രൊജക്റ്റ് തപ്പിപ്പിടിക്കാനുള്ള പരിപാടിയിലാണ്. കുറച്ച് ഗവൺമെൻറ് പ്രൊജക്റ്റൊക്കെ വന്നിരുന്നു, പക്ഷെ നമുക്ക് കിട്ടിയില്ല. നല്ല കോമ്പറ്റീഷനാണ്. ഇപ്പോൾ ഒരു വില്ല പ്രൊജക്റ്റ് തുടങ്ങാൻ പ്ലാനുണ്ട്. ജോസങ്കിൾ അതിന് പുറകെയാണ്. ജയൻ ചേട്ടനും ഞങ്ങളുടെ കൂടെയുണ്ട്. ഫുൾ ടൈം അല്ല, പാർട്ട് ടൈമായിട്ട്. ഇപ്പോൾ പണിയുന്ന വീടിൻ്റെ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്കൊക്കെ പുള്ളിയാണ് ചെയ്യുന്നത്. ഓഫീസ് വർക്ക് മുഴുവൻ എൻ്റെ തലയിലാണ്. ഇവരാരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. വല്ലപ്പോഴും ജോസങ്കിൾ വന്നായി. ഓഫീസിൽ തൂപ്പ്, തുടപ്പ്, റിസപ്ഷൻ, ടെലിഫോൺ ഓപ്പറേഷൻ മുതൽ CEO വരെ ഞാനാണ്. കക്കൂസ് വരെ കഴുകണം. ഈ പ്രൊപ്പറേറ്റർ കൃഷ്ണപ്രിയ എന്താ അല്ലേ? വല്ലപ്പോഴും ഇങ്ങോട്ട് വരുന്ന സ്റ്റാഫിന് ചായ വരെ ഇട്ട് കൊടുക്കണം. ഈ സ്റ്റാഫ് ആരൊക്കെയാണെന്നറിയോ? എൻ്റെ കെട്ടിയവനും അങ്ങേരുടെ ചേട്ടനും പിന്നെ ജോസങ്കിളും. ഡ്രോയിങ് വർക്കൊക്കെ ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. ബാക്കിയെല്ലാം ഏട്ടനാണ്. പാവം ഒരുപാട് ഓടുന്നുണ്ട്, എങ്കിലും പുള്ളി ഇഷ്ടത്തോടെയാണ് എല്ലാം ചെയ്യുന്നത്. പണിക്കാരുടെ കാര്യമെല്ലാം ജോസങ്കിൾ ചെയ്യും. പുള്ളിക്കാരനാണ് ബംഗാളികളുടെ തലവൻ. മാത്യു ചേട്ടൻ എന്നെക്കൊണ്ട് പട്ടിപ്പണി എടുപ്പിച്ചതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായി. ഞങ്ങളുടെ കമ്പനി അക്കൗണ്ട്സ് എല്ലാം പക്കയായിട്ട് പോകുന്നുണ്ട്. പിന്നെ കസ്റ്റമർ കെയർ, അതും ഞാനാണല്ലോ. ആര് തെറി പറഞ്ഞാലും എനിക്ക് പ്രശ്നമല്ലല്ലോ. എല്ലാം മാത്യു ചേട്ടൻ്റെ അനുഗ്രഹം. ജയൻ ചേട്ടന് നല്ല വർക്കുള്ള ദിവസങ്ങളിൽ ചേട്ടത്തിക്ക് ലീവാണെങ്കിൽ ചേട്ടത്തിയും കൊണ്ടുവരും. പിന്നെ ഞങ്ങൾ 2 കൂട്ടരും ഒരുമിച്ച് നിൽക്കും. ഇവിടെ വന്ന് ചേട്ടത്തിക്ക് ഇങ്ങോട്ട് മാറിയാൽ കൊള്ളാമെന്നുണ്ട്. ചേട്ടത്തിക്ക് ഇവിടെയും ജോലി നോക്കാമല്ലോ. പക്ഷെ ജയൻ ചേട്ടൻ റെഡിയല്ല. ഇങ്ങോട്ട് വന്നാൽ പുള്ളിക്ക് അവിടെ കിട്ടുന്ന വർക്ക് പോയാലോ എന്ന്. ഇവിടെ ഞങ്ങൾക്ക് ഒരുപാട് വർക്കൊന്നും ഇല്ലല്ലോ. എന്തായാലും വില്ല പ്രൊജക്റ്റൊക്കെ ആയാൽ ജയൻ ചേട്ടൻ ഇങ്ങോട്ട് വന്നേ പറ്റൂ. ഏട്ടനെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടില്ലെന്നേ. ജയൻ ചേട്ടനും കൂടി ഉള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. ഇവിടെ അടുത്ത് ഫ്ലാറ്റിലായിരുന്നു ജയൻ ചേട്ടനും ചേട്ടത്തിയും താമസിച്ചിരുന്നെങ്കിൽ ഒരുമിച്ച് കറങ്ങാൻ പോകാം, ചേട്ടത്തി ഉണ്ടാക്കുന്ന ഫുഡ് അടിക്കാം, നാട്ടുകാരെയും വീട്ടുകാരെയും പേടിക്കണ്ട. ഇതൊക്കെയാണ് ഞാൻ കാണുന്ന കിനാശ്ശേരി. പറയുമ്പോൾ എല്ലാം പറയണല്ലോ. ഞാൻ ചെയ്യുന്ന ജോലിക്ക് ഒരു വിലയില്ല. കെട്ടിയവൻ ഇടയ്ക്കിടെ പുച്ഛിക്കും, നീ അവിടെ എന്ത് മലമറിക്കുവാണെന്ന്. അത് കേൾക്കുമ്പോഴാണ് എനിക്ക് ചൊറിഞ്ഞു കയറുന്നത്. മുത്തേ, ആ ബില്ല് സെറ്റിൽ ചെയ്തോ, ആ ലോഡിങ് ക്യാഷ് കൊടുത്തോ, ലേബേഴ്സിന് പൈസ എടുത്തു കൊടുത്തോ എന്നൊക്കെ ചുമ്മാ അങ്ങ് വിളിച്ച് ചോദിച്ചാൽ മതിയല്ലോ. ഇതൊക്കെ ഞാൻ പാവം ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്. ബാങ്കിൽ പോകണം, ബില്ലൊക്കെ സൂക്ഷിക്കണം, എല്ലാം റെക്കോർഡ് ചെയ്യണം, കറക്റ്റ് ടൈമിന് എല്ലായിടത്തും പൈസ എത്തിക്കണം. എന്നിട്ടും പറയും ഞാൻ ഓഫീസിലിരുന്ന് സുഖിക്കുവാണെന്ന്, അവർ വെയിലും മഴയും കൊള്ളുവാന്ന്. പിന്നെ ബാക്കി ഗവൺമെൻറ് ഓഫീസിലെ പേപ്പേഴ്സൊക്കെ റെഡിയാക്കാൻ ഒരു വാസുചേട്ടനുണ്ട്. പുള്ളിയെ ഹാൻഡിൽ ചെയ്യേണ്ടതും ഞാൻ തന്നെയാണ്. മൊത്തത്തിൽ അടിമപ്പണി ചെയ്യുന്ന മുതലാളി അതാണ് ഞാൻ. അങ്ങനെ ഒരു താളത്തിൽ മേളത്തിൽ ഞങ്ങളുടെ ജീവിതം അങ്ങനെ പോകുന്നു. പിന്നെ ഇടയ്ക്കിടെ ഏട്ടൻ തറവാടിയാണെന്ന് തെളിയിക്കാറുണ്ട്. സൈറ്റിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഏട്ടൻ അവരെ വിളിക്കുന്ന തെറി, എൻ്റെ അമ്മേ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എനിക്കൊരു ഓക്കാനം, ഒരു ഛർദി, ഒരു തലകറക്കം. നേരെ വിട്ടു ഹോസ്പിറ്റലിലേക്ക്. അപ്പോഴാണ് അറിഞ്ഞത് അടുത്തൊരു തറവാടി എൻ്റെ വയറ്റിലുണ്ടെന്ന്. ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. ഞാനിതെങ്ങനെ പറ്റിയെന്ന് സംശയത്തോടെ നോക്കുമ്പോൾ എന്തോ മഹാകാര്യം ചെയ്തതുപോലെ അഭിമാനം പൂണ്ട ഒരുത്തനിരിക്കുന്നു. ആരാന്നല്ലേ? എൻ്റെ കണവൻ. ഏട്ടൻ പറയുക പുള്ളി പ്രതീക്ഷിച്ചിരുന്നു എന്ന്. അങ്ങനെ ഞാനിപ്പോൾ ഗർഭിണിയായ അടിമക്കണ്ണ മുതലാളിയാണ്. കമ്പനിയുടെ തുടക്കമാണല്ലോ, ഇപ്പോൾ ഉഴപ്പാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഗർഭിണിയാണെന്നുള്ള കാര്യമൊക്കെ സൈഡിലാക്കി. ചേട്ടത്തെ വിളിക്കുമ്പോഴും ഏട്ടൻ ഓരോന്ന് വാങ്ങി വരുമ്പോഴും മാത്രം ഞാൻ ഓർക്കും ഞാൻ ഗർഭിണിയാണല്ലോ എന്ന്. ആരും പുന്നാരിക്കാനോ അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്നൊക്കെ പറയാനോ ഇഷ്ടമുള്ളത് ഉണ്ടാക്കിത്തരാനോ ആരുമില്ലല്ലോ. ഞാനും ഏട്ടനും മാത്രമല്ലേ ഉള്ളൂ. എനിക്കിഷ്ടമുള്ളതെല്ലാം ഏട്ടൻ വാങ്ങിത്തരും.
രാവിലെ വയ്യാഴിക വന്നാൽ കൂടെ ഇരിക്കും. വീട്ടിൽ പറ്റുന്ന എല്ലാ ജോലിയും ചെയ്യും. പിന്നെ നമുക്ക് വയ്യാന്ന് പറഞ്ഞ് കിടന്നാൽ താങ്ങാൻ ആളില്ലല്ലോ. അതുകൊണ്ടൊന്ന് കിടന്ന് ക്ഷീണം മാറ്റി ഞാനും ഇറങ്ങും. ബാക്കിയെല്ലാം ചെയ്യാം, പാചകം മാത്രം വയ്യ. ഞാനുണ്ടാക്കുന്നത് എനിക്ക് കഴിക്കാൻ വയ്യ. ഏട്ടൻ ഉണ്ടാക്കിത്തരാൻ സമയവും ഇല്ല. അങ്ങനെ ഞങ്ങളൊരു ചേച്ചിയെ പാചകത്തിന് നിർത്തി. പുള്ളിക്കാർ നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. എനിക്ക് വിശേഷമുണ്ടെന്ന് ജയൻചേട്ടൻ ഏട്ടൻ്റെ വീട്ടിൽ പോയി പറഞ്ഞിരുന്നു. വീട് നോക്കാതെ ഭാര്യയുടെ പുറകെ പോയവനെ അവർക്ക് വേണ്ടെന്ന്. അങ്ങനെ ഒരു മകൻ അവർക്കില്ലെന്ന്. ആയിക്കോട്ടെ, ഇടയ്ക്ക് ആരെങ്കിലും ഒന്ന് ഓഫീസിൽ സഹായത്തിന് നിർത്തിയാലോ എന്നൊരു ആലോചന വന്നു. ഇനി എനിക്ക് വയ്യാതെയാകുമല്ലോ, അപ്പോൾ ഓഫീസിലെ കാര്യങ്ങൾ നോക്കാൻ ആരെങ്കിലും വേണ്ടേ? അങ്ങനെ ഒരു പെങ്കൊച്ചിനെ കിട്ടി. അതൊന്നും അല്ല കാര്യം. ഓഫീസിൽ ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ. ഏട്ടൻ അതൊക്കെ ഒരു ടെൻഷനാണ്. ആ കൊച്ചൊരു പാവാണ്, എൻ്റെ കൂടെ കൂടിക്കോളും. അങ്ങനെ ഞങ്ങളുടെ വില്ല പ്രൊജക്റ്റ് ഏകദേശം റെഡിയായി. അതുമായി ബന്ധപ്പെട്ട് നല്ല പണിയാണ്. എനിക്കിപ്പോൾ വയ്യാന്ന് ആലോചിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. ഒരു കണക്കിന് അതാണ് നല്ലത്. അങ്ങനെ തിരക്ക് പിടിച്ച ദിവസങ്ങൾക്കിടയിൽ ഞങ്ങൾക്ക് കിട്ടിയൊരു ഞായറാഴ്ച. ഞങ്ങളുടെ ബാൽക്കണിയിൽ ഇട്ടിരിക്കുന്ന ബീൻ ബാഗിൽ ഏട്ടൻ്റെ മടിയിലിരുന്ന് മിച്ചറിലെ കപ്പലണ്ടി പെറുക്കി തിന്നുമായിരുന്നു ഞാൻ. ഏട്ടൻ എന്നെ 2 കൈയും കൊണ്ട് ചുറ്റിപ്പിടിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് മിച്ചർ കുറച്ച് ഞാൻ ഏട്ടന് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ആരും കൂടെ ഇല്ലാതെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കൊണ്ട് നിനക്ക് സങ്കടമുണ്ടോ? എനിക്ക് നിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ലല്ലോ. ഈ ബിസിനസ്സൊന്നും വേണ്ടായിരുന്നു അല്ലേ? ഏട്ടൻ ചോദിച്ചു. ഞാൻ മെല്ലെ മുഖം തിരിച്ച് ഏട്ടനെ നോക്കി. ഏട്ടൻ ഈ ജോലി ശരിക്കും ഇഷ്ടപ്പെട്ട് തന്നെയല്ലേ ചെയ്യുന്നേ? സത്യം പറയണം, ചേട്ടൻ ജോലി ആസ്വദിച്ച് ചെയ്യുന്നത് നേരത്തെ ദുബായിലുള്ളപ്പോഴാണോ അതോ ഇപ്പോഴാണോ? ഞാൻ ചോദിച്ചു. അങ്ങനെ ചോദിച്ചാൽ ഇപ്പോഴാണ്. ആരുടെയും കീഴിലല്ലല്ലോ, നമ്മുടെ കമ്പനിക്ക് വേണ്ടിയല്ലേ. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതല്ല ഞാൻ ചോദിച്ചത്, നിന്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഏട്ടാ, ഞാനും ഇപ്പോഴത്തെ ജോലി ആസ്വദിച്ചാ ചെയ്യുന്നേ. ഇങ്ങനെ ജോലി ചെയ്തിരിക്കുമ്പോൾ ഒരു പ്രശ്നങ്ങളും എന്നെ അലട്ടുന്നില്ല. ഇതെൻ്റെ സ്വപ്നമാണ്. പിന്നെ ഞാൻ രോഗിയൊന്നും അല്ലല്ലോ. ഇതുപോലെ നമ്മൾ മാത്രമുള്ള നിമിഷങ്ങളൊക്കെ ഇടയ്ക്ക് കിട്ടിയാൽ ഞാൻ ഹാപ്പിയാണ്. അതുകൊണ്ട് ഞാൻ ഉള്ളതുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കും. ഇല്ലാത്തതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാതിരിക്കുക, അത്രേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞു. ഈ പ്രസവമൊക്കെ കഴിയുമ്പോൾ എന്തൊക്കെയൊക്കെ ചെയ്യാനില്ലേ? ഈ കുളിപ്പിക്കാനും മറ്റുമൊക്കെ. നമുക്കൊന്നും അറിയില്ലല്ലോ. അതൊക്കെ ഓർക്കുമ്പോഴാണ് എനിക്ക് പേടി. ഏട്ടൻ പറഞ്ഞു. ആണോ? അങ്ങനെ പേടിയുള്ളവരെ ഈ പണിക്ക് നിൽക്കരുതായിരുന്നു. എന്തായിരുന്നു അന്നത്തെ ഭാവം? പാവം, ഏട്ടൻ്റെ മുഖം വാടി. നല്ല ടെൻഷനുണ്ട്. പേടിക്കണ്ട, അതൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓഫീസിലുള്ള നീതുവിൻ്റെ അമ്മയില്ലേ, ഇങ്ങനെ പ്രസവത്തിനൊക്കെ കൂട്ടുപോകും. പുള്ളിക്കാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രസവം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ശാന്തിഗിരി ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ അഡ്മിറ്റാകാം. അവിടെ പ്രസവരക്ഷയൊക്കെ ചെയ്യും, കുഞ്ഞിനെയും കുളിപ്പിക്കും. പൈസ കൊടുത്താൽ മാത്രം മതി, ഞാൻ പറഞ്ഞു. അപ്പം നമ്മൾ വേറൊന്നും ചെയ്യണ്ടേ? ഏട്ടൻ ചോദിച്ചു. അല്ല, ഞാനും നീതുവും കൂടി പോയി അവിടെ ഡോക്ടറിനെ കണ്ടായിരുന്നു. പ്രസവം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്താൽ നേരെ അങ്ങോട്ട് ചെല്ലാം. നീതുവിൻ്റെ അമ്മ കൂടെ നിൽക്കും. എല്ലാത്തിനുമുള്ള ക്യാഷ് നിങ്ങൾ റെഡിയാക്കിയാൽ മാത്രം മതി, വേറൊന്നും വേണ്ട, ഞാൻ പറഞ്ഞു. എടി ഭയങ്കരി, നീ ആൾ കൊള്ളാലോ. എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക അല്ലേ? എൻ്റെ കവിളിലൊരു ഉമ്മ തന്നുകൊണ്ട് ഏട്ടൻ പറഞ്ഞു. നമ്മളെ നോക്കാൻ വേറെ ആരുമില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇതൊക്കെ മുൻകൂട്ടി തന്നെ ചെയ്യണം. ഏട്ടനൊരാശ്വാസമായെങ്കിലും ടെൻഷൻ മാറിയിട്ടില്ലായിരുന്നു. പിറ്റേന്ന് എൻ്റെ കൂടെ നേരെ ഓഫീസിൽ വന്ന് നീതുവിനോട് സംസാരിച്ചു. നീതുവിൻ്റെ അമ്മയോടും സംസാരിച്ചു. അവസാന നിമിഷം കാല് മാറരുതെന്ന് അവരോട് പറഞ്ഞു. ഞാനൊരു പ്ലാൻ ബി കണ്ടുവച്ചിട്ടുണ്ട്. ഇവർ കാല് മാറിയാലും ഹോസ്പിറ്റലിൽ നിന്ന് ആൾ വരും. അതുകൊണ്ട് ആ പേടി വേണ്ട. ഏട്ടൻ എൻ്റെ കൂടെ ശാന്തിഗിരി ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടറെ കണ്ട് എല്ലാം ചോദിച്ച് മനസ്സിലാക്കി. ഏട്ടൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്ന റൂം തന്നെ വേണമെന്ന് പറഞ്ഞു. ജയൻ ചേട്ടനും ചേട്ടത്തിയും ആ സമയമാകുമ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. കുഞ്ഞുമോനെയും വെച്ചുകൊണ്ട് എത്ര ദിവസം നിൽക്കും ചേട്ടത്തി? നമ്മളവരുടെ അവസ്ഥ മനസ്സിലാക്കണമല്ലോ. ചേട്ടത്തിയുടെ അമ്മയെ കൊണ്ടുവരാമെന്ന് ചേട്ടത്തി പറഞ്ഞതാ. വേണ്ടാന്ന് ഏട്ടൻ തീർത്ത് പറഞ്ഞു. ഏട്ടൻ ഇപ്പോൾ തിരിച്ച് നാട്ടിൽ പോകാൻ പോലും താല്പര്യമില്ല. ആകെ ജയൻ ചേട്ടനും അമ്മാവനുമായിട്ട് മാത്രമാണ് ഏട്ടന് കോണ്ടാക്റ്റ് ഉള്ളൂ. ഞാനും പിന്നെ അതിന് സപ്പോർട്ടാണ്. എനിക്ക് വയ്യ ഇനി അങ്ങോട്ട് പോകാൻ. നരകാണ് അവിടെ. ഓർക്കുമ്പോൾ തന്നെ മൊത്തത്തിലൊരു നെഗറ്റീവ് ഫീലാണ്. ഇനി കുഞ്ഞാവ വന്നിട്ട്
ചോറ് കൊടുക്കാൻ അമ്പലപ്പുഴ അമ്പലത്തിൽ പോകണം. അന്നേ ഉള്ളൂ ഇനി അങ്ങോട്ട്. ഗിരിയേട്ടനും ഫാമിലിയും ഇടയ്ക്ക് എന്നെ വന്ന് കണ്ടിരുന്നു. അവരുമായി മാത്രമാണ് എനിക്ക് കോണ്ടാക്റ്റ് ഉള്ളത്. അങ്ങനെ ഞങ്ങളുടെ കമ്പനിയും എൻ്റെ ഗർഭവും വലിയ പ്രശ്നമൊന്നുമില്ലാതെ മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഫോൺ കോൾ. ഏട്ടൻ്റെ അച്ഛന് വയ്യാതെയായി എന്ന്, ഇപ്പോൾ ഹോസ്പിറ്റലാണെന്ന്. തുടരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.